ഏതാണ്ട് 1.5 മാസം കൊണ്ട് ഈ തിരക്കഥാ സംഭാഷണം പൂർത്തിയാക്കി ഇദ്ദേഹത്തിന് കൊടുത്തു. ഈ എടുക്കുന്നോണ്ടിരിക്കുന്ന ഇടയിൽ ഇദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർമാരിൽ ചിലരും ഇദ്ദേഹത്തിന് കൂടെ പണം ചെയ്തു എന്നോട് വന്നു, റേച്ചേട്ട ആ പണി കിട്ടും, അതിന് ഒറിജിനൽ ഇയാൾക്കോ കൊടുക്കരുത്, ഒറിജിനൽ റേച്ചേട്ടൻ്റെ കയ്യിൽ ഇതാണ്. അതിന് മുമ്പ് എഴുതിയിരിക്കുന്ന അനുഭവം ഇവരെന്നോട് പറഞ്ഞതാണ്. ഇതിന്റെ എനിക്ക് ഡെന്നീസ് ജോസഫ് സാർ ഇയാൾക്ക് എഴുതുന്നു പറഞ്ഞപ്പം എന്നോട് ചുരുക്കി എഴുതണോ? എന്താ സാറേ കാര്യം? എനിക്കും ഒരു മോശപ്പെട്ട അനുഭവം എന്നുള്ളൊരു സൂചന കേൾക്കാൻ നോക്കും. അപ്പൊ ഞാൻ ഇച്ചിരി വിജിലന്റ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ സീനുകളിലും അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ എഴുതി വെക്കും. അതായത് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനിൽ സംഭവിക്കുന്ന കാര്യം. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ കോൺഫിഡന്റിലാണ് ഇതിനുള്ളത്. ഞാൻ ഇതെല്ലാം കേൾക്കും. അതുപോലെ തന്നെ ഈ കഥ സമാരംഭിക്കുന്നത് ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് മോഹൻലാൽ ഒരു യാത്ര നടത്തുമ്പോൾ, അപ്പൊ ഞാൻ ബൈ റോഡ് യാത്ര ചെയ്യാത്തതാണ്. അപ്പൊ സ്റ്റേറ്റുകളുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തത്. അവിടെയെല്ലാം ഫുൾ കൃത്യമായി ആ സ്റ്റേറ്റ് ബേസ്ഡ് ചെക്ക് പോസ്റ്റ് ഞാൻ എഴുതി. അപ്പൊ അവിടെ കൃത്യമായിട്ടും അദ്ദേഹം ആ കറക്റ്റ് ചെക്ക് പോസ്റ്റിന് പേര് എഴുതി വെക്കും. അദ്ദേഹത്തിന് ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അങ്ങനെ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഫുൾ തിരക്കഥ അദ്ദേഹം എഴുതി വെച്ചു. എല്ലാം മേടിച്ച് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു ശകലം ബസ് ഫെയർ തരാം, ബസ് ഫെയർ മീൻസ് യാത്രാ ചെലവ് തരാം, ബാക്കി പ്രൊഡ്യൂസർ ഇപ്പം റെഡിയല്ല, ഞാൻ വിളിച്ചോളാം എന്ന് പറയും. എനിക്ക് അദ്ദേഹത്തെ ഒരു അവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ പോകും. ഈ സമയത്താണ് കോട്ടയത്ത് ഒരു പ്രമുഖ പത്രത്തിന്റെ, കോഴിക്കോട് ബേസ് പത്രത്തിന്റെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യും. അതിന്റെ അവിടുത്തെ ചാർജ് ഞാൻ ഏൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം സാറ് വൈകിട്ട് 12 മണിക്ക് എൻ്റെ പഴയ ഉണ്ടായിരുന്നു. അന്ന് 12 മണിക്ക് പേജുകൾ വന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷണം പറഞ്ഞു, TP വധക്കേസ് സംഭവിച്ചു, എൻ്റെ ഡീറ്റെയിൽസ് വരാനുള്ളത് കൊണ്ടാണ് ലേറ്റാത്. അപ്പോൾ ബോറടിച്ചു കൊണ്ട് ഞാൻ വെറുതെ പോയി പഴയ മാഗസിൻ അടക്കമായിരുന്നു. അവൻ രണ്ട് സിനിമാവാസിയോ, ഒന്ന് ചിത്രഭൂമിയാണ് ഞാൻ ഓർക്കുന്നു, വേറെ ഏതോ ഒരു മാഗസിൻ. ചിത്രഭൂമി എടുത്തു നോക്കുമ്പോൾ അതിന്റെ കവർ പേജിൽ മാട്ട്മാടിയായി മോഹൻലാൽ അഭിനയിക്കുന്നു, കർമ്മയോധയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന സ്കെച്ചിലാണ് മോഹൻലാലിന്റെ ഫേസ്, മീശ, അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ബോർഡ്. എൻ്റെ പിറ്റേ ദിവസം രാവിലെ രവിയേട്ടനെ വിളിച്ചു, എടുത്തില്ല. നിരന്തരം വിളിച്ചു, അദ്ദേഹം എടുത്തില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടി ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ട് ചില ആൾക്കാർ എന്നോട് വന്ന്, നിങ്ങൾ ചതിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമമുണ്ടായി. എന്നാൽ രവിയേട്ടൻ എനിക്ക് ഏട്ടനെ പോലെ രാവിലെ എന്നെ വിളിച്ചേൽപ്പിക്കുക അദ്ദേഹമാണ്, എനിക്ക് ചായ ഉണ്ടാക്കി തരുന്നത് അദ്ദേഹമാണ്, നടക്കാൻ പോകുമ്പോൾ കൂടെ എന്നെയും കൊണ്ട് പോകുന്നു. വേറെ ഒരിക്കലും പിന്നെ മലയാള സിനിമയിൽ ആരും എന്നെ ചതിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ വക്കീലിനെ ഉപയോഗിച്ച്, വളരെ ചെറിയ ലോക്കൽ വക്കീൽ ഉപയോഗിച്ച് വക്കീൽ നോട്ടീസ് അയച്ചു. സാറേ അയാൾ തന്ന മറുപടി നെഞ്ച് തുലർക്കുന്നതായത്, ഇങ്ങനെ ഒരാളെ എനിക്കറിയില്ല,